നോക്കി നിൽക്കുന്നത്? ബസ് കാത്തിരിക്കുന്നു. ഇന്ന് പണിമുടക്കെന്ന് അറിഞ്ഞൂടെ? ഏത് ബസ്? ബസ്സൊന്നും ഇവിടെ ഇല്ല. ഇന്ന് പണിമുടക്ക് അറിഞ്ഞൂടെ? എടാ നിങ്ങളെ മന്ത്രി തന്നെയല്ലേ ഗണേഷ്? അത് പിന്നെ അത് അല്ല, നിങ്ങളെ മന്ത്രി തന്നെയല്ലേ ഗണേഷ് കുമാർ? ആണോ? ആ മന്ത്രി തന്നെയാ പറഞ്ഞ KSRTC ഉണ്ടാവുന്നു. KSRTC നേരത്തിലുള്ള KSRTC വരുമെങ്കിലേ വിവരം അറിയും. ഞങ്ങൾ ഇടത് സംഘടനകൾ നടത്തുന്ന പണിമുടക്കാണ്. ഏത് KSRTC? ഗണേഷിന് ഇത്രയ്ക്ക് ബോധമില്ലേ? ആ ഗണേഷ് മന്ത്രിക്കുള്ള മറുപടിയൊക്കെ ഞങ്ങൾ ഇന്നലെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഇടതുപക്ഷ സമീപനത്തിലുള്ള മറുപടി അല്ല. എന്ത് പറഞ്ഞാലും ബസ് ഇപ്പൊ വരും. ബസ് വരില്ല. അണ്ണാ നോക്കി നിന്ന് ഇവിടെ വേറെ ഉറക്കേ ഉള്ളൂ. ഒരു ബസ്സും വരില്ല. വന്നാലേ ഞങ്ങൾ തടയും. ഞങ്ങളുടെ ഇടതുപക്ഷ സർക്കാരിന്റെ ഇടതുപക്ഷ നേതാക്കളുടെ ഇടതുപക്ഷ പ്രതിപക്ഷ സംഘടനകളുടെ പണിമുടക്കാണ്. പൊന്ന് സഖാവേ, കമ്മി സഖാവേ, നിങ്ങൾ തന്നെയല്ലേ ഇത് നടത്തുന്നത്? അപ്പൊ നിങ്ങളുടെ പാർട്ടിക്കാരനായ നിങ്ങളുടെ സ്വന്തം നേതാവ് തന്നെയല്ലേ ഇത് പറഞ്ഞത്? എന്ത് ബസ് ഓടുന്നു? അത് പിന്നെ ഇടതുപക്ഷ സമീപനത്തോടെയുള്ള മറുപടി പ്രസ്താവന ആയിരുന്നില്ല. മന്ത്രി അങ്ങനെ ഒരിക്കലും പറയരുതായിരുന്നു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ എത്ര പേരാണ് മന്ത്രിയുടെ വാക്കും കേട്ട് റോഡിൽ വന്നിരുന്നത്? ബസ് വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ സമ്മതിക്കോ? എന്തൊക്കെ പറഞ്ഞാലും മന്ത്രി പറഞ്ഞ ഞങ്ങൾക്ക് വിശ്വാസം. മന്ത്രി പറയും ബസ് വരും. അവിടെ കാത്തിരുന്നോ? ബസ് പോയിട്ട് ഒരു ഫ്ലൈറ്റ് പോലും ഇവിടെ വരില്ല. വരെ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ പറഞ്ഞില്ലേ ഗണേഷിന് പറ്റിയൊരു അബദ്ധം, ഗണേഷ് മന്ത്രിക്ക് പറ്റിയൊരു അബദ്ധം. അത് അങ്ങനെ തന്നെ വിലയിരുത്തൂ. നോക്കി നിക്കത്തേ ഉള്ളൂ, ഒന്നും സംഭവിക്കൂല. ഈശ്വര, ഇവരെ മന്ത്രിയുടെ കാര്യം പറഞ്ഞ് ഇവരെ വാക്കും കേട്ട് ഞാനിവിടെ പ്രശ്നമായല്ലോ. ഞാൻ ഇവിടുന്ന് എപ്പോൾ പോകാനാണ്? 24 മണിക്കൂറുണ്ട്. ഓ ഈശ്വര, ഏതെങ്കിലും ഒരു വണ്ടി കിട്ടിയിരുന്നെങ്കിൽ. ബസ് വന്നില്ലേ? നിങ്ങളെ മന്ത്രി, നിങ്ങൾ പിന്നെ പണ്ടേ പറഞ്ഞതുപോലെ ഒന്നും ചെയ്യാറില്ലല്ലോ. അതാ ഞങ്ങൾ പറഞ്ഞതുപോലെ പണിമുടക്ക് ഇന്ന് നടന്നിട്ടുണ്ട്. അതിനിടയിൽ ഗണേഷ് കുമാർ എന്തിനാന്തോ ബസ്സുണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഇടതുപക്ഷത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനയാണ് മന്ത്രി നടത്തിയത്. അത് ജനങ്ങൾ ഇന്ന് എന്തുമാത്രം ബുദ്ധിമുട്ട് ജനങ്ങൾ നേരിട്ടത്. എന്റെ കമ്മിസാർ, നിങ്ങൾ പറഞ്ഞത് അന്നും ഇന്നും വിശ്വസിച്ചിട്ടാണ് ജനങ്ങൾക്ക് ഈ ഗതി വന്നേക്കുന്നത്. അല്ലാതെ പറയാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങളെ സ്വന്തം ആളന്നെയല്ലേ ഇപ്പൊ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറ്റിക്കപ്പെട്ടു. പിന്നെ അത് മാത്രല്ല, നിങ്ങളുടെ മന്ത്രി എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് പണി വരുന്നുണ്ടല്ലോ. നാളെ ആവുമ്പോ ഈ പണിയൊക്കെ നിങ്ങൾക്ക് വരും. നിങ്ങൾ മന്ത്രിനെ തഴഞ്ഞോ? നിങ്ങളെ നേതാക്കന്മാരുടെ മന്ത്രിനെ കുറെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, ഞങ്ങൾ ഇന്നലെ തന്നെ ഗണേഷ് മന്ത്രി പറഞ്ഞതിനെ തള്ളിയല്ലോ. ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമല്ല പുള്ളി പറഞ്ഞത്. പുള്ളിക്ക് എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. ഒരു പാർട്ടി നിൽക്കുമ്പോൾ പാർട്ടിയുടെ നയങ്ങൾക്കനുസരിച്ചും പാർട്ടിയുടെ തീരുമാനങ്ങൾ അനുസരിച്ച് നിൽക്കണം. ഇതിന് വിരുദ്ധമായിട്ട് സംസാരിക്കാൻ ആര് ലൈസൻസ് കൊടുത്തു? ഞങ്ങൾ അതിനുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കും. ഞങ്ങളുടെ ക്യാപ്റ്റൻ ഒന്ന് വന്നോട്ടെ അമേരിക്കയിൽ നിന്ന് എല്ലാം ശരിയാക്കും. അതെ, കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മന്ത്രി ഒരു മുന്നറിയിപ്പ് കത്ത് കൊടുത്തത് നിങ്ങൾ കണ്ടായിരുന്നോ? എന്ത് കത്ത്? അതിലല്ലേ പറയുന്നത് നിങ്ങൾ ജീവനക്കാരുടെ ശമ്പളം കൊടുക്കൂലെന്ന്. ഇന്ന് വന്നിട്ടില്ലെങ്കിൽ ശമ്പളം. അത് ശരി. അപ്പൊ അതേന്നോ? അത് പിന്നെ ശരി. നിങ്ങൾ എന്താണ് ശരിക്കും ജീവനക്കാർ ചെയ്യുന്നത്? ശരിക്കും നിങ്ങൾ ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ള ശരിക്കും ബന്ധം എന്തിനാണ്? ആ വകുപ്പ് മന്ത്രി നോക്കണമായിരുന്നു. വകുപ്പ് മന്ത്രി എന്തെങ്കിലും പറയുമ്പോ പാർട്ടിയോട് ആലോചിച്ച് പറയണമായിരുന്നു. ഇതിപ്പോ ജനങ്ങൾ മുഴുവൻ ഇടതുപക്ഷത്തിനെതിരായില്ലേ? ബസ് ഉണ്ടെന്നും പറഞ്ഞ് മന്ത്രിയുടെ വാക്കും കേട്ട് കുറെ എണ്ണം വന്ന് റോഡിൽ നിന്നിട്ട് അവര് ബുദ്ധിമുട്ടായില്ലേ? ഇനി അതിന്റെ പഴിയും കൂടി സർക്കാർ തന്നെ കേൾക്കണം. സർക്കാർ ചെയ്തു, സർക്കാർ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് ആ പഴിയും കൂടി ഞങ്ങൾ കേൾക്കണം. അതിനുള്ള അവസരം എന്തിനാന്തൊക്കെ ബി ഗണേഷ് കുമാർ ഞങ്ങളുടെ പാർട്ടി ഞങ്ങൾ ജനങ്ങളടുത്ത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ നേരിട്ട് സംസാരിക്കേണ്ട കാര്യം. ആ മന്ത്രി തന്നെയാ പറഞ്ഞിട്ടുള്ളത് ശമ്പളം കൊടുക്കൂല. അത് മാത്രമാണോ? എന്താ വേറെ എന്തൊക്കെയോ കുറെ വാക്കുവാദങ്ങളൊക്കെ നിങ്ങളുടെ മറ്റേ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ജീവനക്കാർക്ക് മൊത്തം പണിയാ. ഈ പരിപാടി കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെ ജോലി കാണില്ല എന്നാ പറയുന്നത്. ശമ്പളം മാത്രമാണോ? ജോലി വരെ കട്ട് ചെയ്തിട്ട് പോകുന്ന പറയുന്നത്. ഞങ്ങൾ അച്ചടക്ക നടപടി ചിലപ്പോൾ സ്വീകരിച്ചിരുന്നിരിക്കും. ഞങ്ങളുടെ ക്യാപ്റ്റൻ ഒന്ന് വന്നോട്ടെ, ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഒന്ന് പറയുന്നു, ഞങ്ങളുടെ കൂടെയുള്ളവർ വേറൊന്നും പറയുന്നു. പറഞ്ഞപ്പോഴാ എവിടെ പോയി നമ്മുടെ മുഖ്യൻ? അല്ല, ഇനിയിപ്പോ നമ്മുടെ ഗണേഷ് കുമാറിന്റെ വീടിന്റെ ഫ്രണ്ടില് ഇത് വരുമോ? കറുത്ത കാറ്? ഞങ്ങൾ തീരുമാനിച്ചോളാം, നിങ്ങൾ നോക്കണ്ട കേട്ടോ. നിങ്ങളുടെ മുഖ്യ ഇവിടെ ഇല്ല അല്ലേ? ഇല്ല, അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടി പോയിരിക്കാണ്. അമേരിക്കയിൽ മാത്രമേ ചികിത്സ ഉള്ളൂ തോന്നുന്നു. അമേരിക്കയിലും അങ്ങ് യൂറോപ്പിലുണ്ട്. യൂറോപ്പിൽ പോകണം. ഞങ്ങൾ അമേരിക്ക പോയി നിങ്ങൾക്ക് എന്ത് പ്രശ്നം? അത് ഗജരാവ് കൊള്ളടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂപ്പര് ട്രിപ്പ് പോയിട്ടല്ലേ? ഗജരാവ് കൊള്ളടിച്ച് നിങ്ങൾ പറഞ്ഞാൽ മതിയോ? പിന്നെ എത്ര കോടികൾ ചെലവാക്കിയിട്ടാണ് നിങ്ങൾ ഇത്ര കോടികൾ പറയുന്നു, പക്ഷെ ഇത്ര കോടി ചെയ്തില്ല. അതൊക്കെ പോട്ടേം ചിരിക്കാം. ഇവിടെ എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും കുളം തോണ്ടി വെച്ചിട്ട് മുഖ്യൻ ഒരു യാത്ര ഉണ്ട് വിദേശത്തേക്ക് മക്കളെ കൂടെ സുഖിക്കാൻ വേണ്ടി. എന്ത് കുളം തോണ്ടി വെച്ച് വ്യക്തമാക്കണം. ഇവിടുത്തെ പ്രശ്നങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്ത് പ്രശ്നം? ഇതപ്പോ നിങ്ങൾ ഒരേ ചേരിയിൽ നിങ്ങൾ ഇങ്ങനെ പ്രശ്നമായി കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് ഒരു പാർട്ടിയിൽ 2 ചേരി ഇരിഞ്ഞുള്ള തല്ലുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് വിശ്വസിച്ചാണ് ഞങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങൾ വിജയിപ്പിക്കുക?
അത് പിന്നെ ചിലപ്പോ ടെസ്റ്റ് വന്നതായിരിക്കും. എന്തായാലും പാർട്ടിയുടെ നയമല്ല ഗണേഷ് കുമാർ പറഞ്ഞത്. അതിന് ഞങ്ങൾ വരും ദിവസങ്ങളിൽ നടപടി എടുക്കുന്നതായിരിക്കും. ആലോചിച്ച് തീരുമാനിക്കട്ടെ എന്താ സംഭവം. ഞങ്ങൾ ഇവിടെ എന്തിനാണ് പണിമുടക്ക് നടത്തുന്നത്? ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത്. അറിഞ്ഞൂടെ എന്തിനാണ്? ഇവിടുത്തെ കേന്ദ്ര സർക്കാരിനെതിരെയാണ് ഞങ്ങളുടെ സമരം. ഇവിടെ തൊഴിലാളി അവരെ ലേബൽ കോഡില്ലേ, ആ ലേബൽ കോഡ് ഇവിടെ നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. നയം എന്താ തൊഴിലാളിക്കെതിരെയുള്ള കോർപ്പറേറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ ലേബർ കോഡ് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കണോ? ഞങ്ങൾ കഷ്ടപ്പെട്ട് തൊഴിലാളികൾക്ക് വേണ്ടി നേടിയെടുത്ത അവകാശങ്ങൾ ലംഘിക്കുന്ന ലേബർ കോഡ് ഇവിടെ നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിനെതിരെയാണ് ഞങ്ങളുടെ സമരം. ഞങ്ങളുടെ സമരത്തിന്റെ വാർത്തകൾ കണ്ടപ്പോൾ ഞാനൊരു വാർത്ത കാണാനിടയായി. ഞാനൊരു വാർത്ത അയച്ചുതരാം. ഈ ബസ് സംഘടിത അസംഘടിത മേഖലകളിൽ പൊതുഗതാഗതം, ഇൻഷുറൻസ്, ബാങ്കിങ്, പോസ്റ്റൽ ഉൾപ്പെടെ നിരവധി മേഖലകളാണ് ഈ പണിമുടക്ക് ബാധിച്ചിട്ടുള്ളതെന്നാണ് ഇപ്പോഴത്തെ വാർത്തയിൽ വന്നിട്ടുള്ളത്. മാത്രമാണോ, ബസ് സർവീസുകളെ ഭാഗികമായിട്ട് ബാധിച്ചു. ബീഹാറിൽ ഇവിടെ മറ്റുള്ള ബസ്സുകളെയും KSRTC-നെയൊക്കെയാണ് തടയുന്നെങ്കിൽ അങ്ങ് ബീഹാറിൽ ട്രെയിനിൽ തടയുന്ന സമരമാണ് നമ്മുടെ ഈ പണിമുടക്ക് അനുകൂലികൾ പ്രധാനമായിട്ടും നടത്തി വരുന്നത്. പിന്നെ ചിലയിടത്ത് റോഡുകളിലെ വാഹനങ്ങളും തടയുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് വാഹനങ്ങൾ ഓടുന്നുണ്ട്, അതുപോലും ഇല്ല. ഞങ്ങള് വർഷത്തിൽ 360 ദിവസം പണിമുടക്ക് നടത്തുകയാണോ? ഇല്ലല്ലോ. വർഷത്തിൽ 1-2 തവണ ചിലപ്പോൾ അത് നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. നഷ്ടക്കോട്ടങ്ങളൊക്കെ ഉണ്ടാകും. അത് എന്തിനാണ്? ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഈ പണിമുടക്ക് നടത്തുന്നത്? കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയല്ലേ ഞങ്ങളിവിടെ പണിമുടക്ക് നടത്തുന്നത്? അത് ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുകയാണ് ഞങ്ങൾ. അപ്പൊ നിങ്ങൾ അതിനെ അംഗീകരിക്കണം. ഒരു ദിവസത്തെ നഷ്ടമൊക്കെ വെറുതെ നഷ്ടമായിട്ട് കണക്കാക്കണം. അതെ, നിങ്ങൾ പണിമുടക്ക് എന്ന് പറയുന്നില്ലേ? ഈ പണിമുടക്ക് ശരിക്കും ഹർത്താലിന് തുല്യമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എന്തോ ഇനിയിപ്പോ കേരളത്തിൽ മാത്രമേ പണിമുടക്കുള്ളൂ തോന്നുന്നു. അപ്പൊ എല്ലാ രാജ്യം മുഴുവൻ പണിമുടക്കാണ് ഞങ്ങൾ പ്രഖ്യാപിച്ച പ്രതിപക്ഷം. നല്ല അണികൾ എല്ലാവരും ഇതിൽ പങ്കെടുത്തു. 25,000 തൊഴിലാളി സംഘടനകളാണ് ഇതിന് പങ്കെടുത്തത്. അറിയാമോ? എല്ലാ തൊഴിലാളി സംഘടനകളും ഞങ്ങളുടെ പണിമുടക്കിനോട് യോജിച്ചു നിന്നു. ഞങ്ങൾ സംയുക്തമായിട്ടാണ് ഈ പണിമുടക്ക് നടത്തിയിരിക്കുന്നത്. വൻ വിജയകരമായിരിക്കുന്ന ഈ പണിമുടക്ക് ആരും കട തുറന്നില്ലല്ലോ. ഇനി എങ്ങാനും തുറന്നാണ്ടല്ലോ വടി കൊണ്ട് നടക്കുന്നതുകൊണ്ട് കൊള്ളാം. മറ്റേ കട തുറക്കുന്നവരെ അടിച്ചടിച്ചതാക്കാലോ. പക്ഷെ നിങ്ങളെ കാരണം ഞങ്ങൾ അനുഭവിക്കുന്ന കാര്യം നിങ്ങൾ വല്ലതും പറയുന്നത്. നിങ്ങൾ പണിമുടക്ക് എന്ന് പറയുമ്പോൾ പണി മുടക്കിയാൽ മതി. ഇവിടെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റണ്ടേ? ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ള മന്ത്രി തന്നെ പറഞ്ഞ KSRTC ഉണ്ടാവും. അത് വിശ്വസിച്ചിറങ്ങിയ ജനങ്ങൾ എന്തായി? ശശി ഓഫ് ദ ഇയർ. അതെ അതിന്റെ പണി ഞങ്ങൾ ഇനി സഹിക്കേണ്ടി വരും. പക്ഷേ മന്ത്രിയുടെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. മുഖ്യന്റെ അടുത്ത് നേരിട്ട് മന്ത്രിന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഇറങ്ങാൻ പറ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അവിടെ ഇറക്കുവോ? നിങ്ങളൊരു പൊതു വ്യക്തിയല്ലേ, ഒരു പൗരയല്ലേ? കോർപ്പറേറ്റുകളെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? കോർപ്പറേറ്റ് നയങ്ങളിലൂടെ നടപ്പിലാക്കേണ്ടത് താല്പര്യമുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതിനെതിരെയാണ് ഞങ്ങളുടെ പണിമുടക്ക്. അപ്പൊ നിങ്ങൾ ഇതിന് സഹകരിക്കണം. നിങ്ങൾ നഷ്ടങ്ങൾ ഒരു ദിവസം സഹകരിക്കാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ എന്തിനു സഹകരിക്കണം? അത് ഒരു മന്ത്രി പറഞ്ഞത്. അത് ജനങ്ങളെ ഏത് മന്ത്രി? നിങ്ങളുടെ പാർട്ടിയിലെ മന്ത്രി അല്ലടോ അത്? വേറെ എവിടെയെങ്കിലും പുറത്തു വന്ന മന്ത്രിയാണോ? അല്ലെങ്കിൽ അത് നമ്മുടെ കോൺഗ്രസിന്റെ മന്ത്രിയാണോ? BJP മന്ത്രിയാണോ? അല്ല, നിങ്ങളുടെ തന്നെ സ്വന്തം മന്ത്രിയാണത്. ആ സ്വന്തം മന്ത്രിക്കെതിരെ തന്നെയാണ് നിങ്ങളുടെ പാർട്ടിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പണിമുടക്ക് കാരണം ഇപ്പൊ 2 ചേരിയായും തോന്നുന്നു. ഇനി എന്ത് ചെയ്യും? ഈ 2 ചേരിയിലേക്ക് ഞങ്ങളൊന്നും വോട്ട് ചെയ്യില്ല. ഇനി വോട്ട് എന്ന് പറഞ്ഞ് ഞങ്ങളടുത്ത് വരും വേണ്ട. നിങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പണിമുടക്ക് നടത്തിയത്. നിങ്ങൾ 2 ചേരി ആയത് എന്തിന്റെ പേരിലാണ്? അത് പിന്നെ നിങ്ങൾ സംസാരിച്ച് തീർക്കണം. ഇത് പരസ്യമായിട്ട് ഒരു മന്ത്രി അപമാനിക്കാന്ന് പറയുമ്പോ ഏതെങ്കിലും സംസ്ഥാനത്ത് നടക്കൂ ഇത്? അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഈ പണിമുടക്ക് നടത്തിയത്. കേന്ദ്രത്തിനെതിരെ, കേന്ദ്രത്തിന്റെ ജനങ്ങൾക്കെതിരെ പറഞ്ഞിട്ട് ജനങ്ങൾ നടു റോഡിലിരിക്കുന്ന അവസ്ഥ. ഇതിന്റെ കൂടെ ഇപ്പൊ ഇരിക്കുന്നതാരാ? അതിലെ ഒരു അണി. അതെ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മന്ത്രിയുടെ വാക്കും കേട്ട് റോഡിൽ ഇറങ്ങിയതായിരിക്കും എല്ലാവരും. ഇതിലെ കഷ്ടം തന്നെ. സാരമില്ല. പക്ഷെ ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ച പണിമുടക്കാണ്. അത് ഞങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. പൂർത്തീകരിച്ചു. 12 മണി, ഇന്ന് രാത്രി 12 മണി വരെ ഇവിടെ ഒറ്റ വണ്ടികളാണെങ്കിലേ കണ്ടോ റോഡൊക്കെ നിശ്ചലമായി കിടക്കുന്നില്ല. പിന്നെ കമ്മി ഒരു കാര്യം ചെയ്യും. ഇന്ന് രാത്രി 12 വരെ എനിക്ക് ഇവിടെ കൂട്ടിരിക്കും. കാരണം ബസ് വേറെ വണ്ടികളൊന്നും ഇല്ല. പണിമുടക്കുന്ന നേരത്തെ അറിഞ്ഞില്ലേ? പിന്നെ ഇതിന് ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വന്നത്. ബസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങളെ മന്ത്രി ഉണ്ടല്ലോ പറഞ്ഞത്. ഞങ്ങളുടെ ഒരു 1000 തവണ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ 12 മണി വരെ ഇരുന്നിട്ട് പോയാൽ മതി. കമ്മി സൗകര്യമില്ല. എനിക്കൊരു വണ്ടിയുണ്ട്, ഞാൻ പോയിട്ട് തരാം.